വിളിച്ചിട്ടവൻ നീതീകരിച്ചു. നീതീകരിക്കുമെന്നാണോ? നീതീകരിച്ചു. എങ്ങനെയാ നീതീകരിച്ചേ? അവൻ തന്റെ സ്വന്തം പുത്രന്റെ രക്തത്താ. നീതീകരിക്കാന്ന് പറഞ്ഞാൽ ഒരു കുറ്റവുമില്ലാത്തവരാക്കി. രണ്ട് തരത്തിലുള്ള നീതീകരണമാണ്. ഒന്ന്, ന്യായപ്രമാണത്താലുള്ള നീതീകരണം. രണ്ട്, യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം. ന്യായപ്രമാണത്താലുള്ള നീതീകരണം എന്താണ്? കൽപ്പനകൾ മുഴുവനും നീ നിവർത്തിച്ചാൽ നിന്നെ അംഗീകരിക്കും. യു ആർ പെർഫെക്റ്റ്, നീ നീതിമാനായി. പക്ഷെ 30ഓളം തലമുറ ആ ജനറേഷനുകൾ മുഴുവനും ശ്രമിച്ചിട്ടും നടന്നില്ല. അവർ അതിനകത്ത് വീണുപോയി. എന്നാൽ ഒരു സന്തോഷ വാർത്ത, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ വന്നു. അവൻ ന്യായപ്രമാണ പ്രകാരം ജനിച്ചു, ന്യായപ്രമാണ പ്രകാരം വളർന്നു, ന്യായപ്രമാണ പ്രകാരം മരിച്ചു. എന്നിട്ട് അവനെ പരസ്യമാക്കി നിർത്തി. റോമർ 3:24, അവനിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് അവനെ പരസ്യമായി നിർത്തി. നമ്മളെല്ലാം നീതീകരിക്കപ്പെട്ടു. എങ്ങനെ? ന്യായപ്രമാണം നിവർത്തിച്ചതുകൊണ്ടാണോ? പിന്നെ എങ്ങനെയാ നീതീകരിക്കപ്പെട്ടെ? യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട്. അവനിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെ നീതീകരിച്ചു.